മുരളിച്ചേട്ടൻ പറഞ്ഞതിനകത്തും ഒരു ചെറിയ അപാകതയുണ്ട്. എവിടെ വേണമെങ്കിലും തരാം, നിങ്ങളിനി അങ്ങ് അനൗൺസ് ചെയ്തോ, അങ്ങനല്ല. ഇത് ഒഫീഷ്യലായിട്ട് കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ, ഇവിടുത്തെ ചീഫ് സെക്രട്ടറി, കേന്ദ്ര ഇത് ആരാണോ ഇത് നിർവഹിക്കുന്നത് ആ കമ്മിറ്റിയിലേക്ക് അങ്ങനെയുള്ള 5 സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത്, അത് 5 ജില്ലയായാൽ നല്ലത്. കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനം എന്ന് പറയുന്ന കാഴ്ചപ്പാടോടുകൂടി ഒരു പ്രദേശത്തിന് എങ്ങനെ വികസനം പുതുതായി വരുന്നു എന്ന ഒരു വാല്യൂ ആഡഡ് കമ്പണൻറ്റ് കൂടി പരിശോധിച്ചുകൊണ്ട് ആ സ്ഥലങ്ങൾ അവിടെ പ്രപ്പോസ് ചെയ്താൽ അവിടെയാണ് പിന്നെ സംസ്ഥാന സർക്കാരുമായിട്ട് ചർച്ചയ്ക്ക് ശേഷം ഈ സ്ഥലം നിശ്ചയിക്കപ്പെടുന്നത്. അതല്ലാതെ ഇത് നമുക്ക് തെരുവ് കച്ചവടം പോലെ 5 സ്ഥലങ്ങളുണ്ട് എടുത്തോ, അങ്ങനെ പറയാനൊക്കത്തില്ല. പുതിയ ആരോഗ്യമന്ത്രി വന്നതിന് ശേഷം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് താങ്കളെ ബന്ധപ്പെട്ടിരുന്നോ? ബന്ധപ്പെടും അദ്ദേഹം അറിയിച്ചിരുന്നു. അത് ഇവിടുത്തെ തൃശ്ശൂരുള്ള ബിസിനസ് ക്ലൗട്ടിനെ അറിയിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വിളിച്ചിട്ടില്ല. വിളിച്ചാൽ ഞാനിപ്പം സുരേഷ് ഗോപി ഒരു പ്രത്യേക താല്പര്യം എടുക്കേണ്ടതല്ലേ അത്? തീർച്ചയായിട്ടും എടുക്കാം. പക്ഷേ ഇത് ഞാൻ പുറത്ത് പറഞ്ഞല്ലേ കേൾക്കുന്നുള്ളൂ. ഒഫീഷ്യലായിട്ടൊരു ഇൻവൈറ്റ്, ഞാൻ ഹെൽത്തുമായിട്ട് എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. പക്ഷേ ഞാൻ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധനായതുകൊണ്ട് അദ്ദേഹം വിളിച്ചാൽ തീർച്ചയായിട്ടും ചെല്ലും, സംസാരിക്കും. ഞാൻ എൻ്റെ റോൾ അപ്പോൾ പ്ലേ ചെയ്യും. അതെ, തീർച്ചയായിട്ടും അതിലേക്ക് തന്നെയാണ് കടക്കുന്നത്. അതിന് സമയമെടുക്കും. അത് ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ വളരെ വിശദമായി ഇന്ന് കാലത്ത് അബ്ജോദ് നടത്തിയ ഒരു ടെലിഫോണിൻ അതിനകത്തെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് എത്ര നമ്മുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ഉണ്ടായിരുന്നു, അതെന്ത് വിലയ്ക്ക് വാങ്ങിച്ചതാണ്, അത് വെച്ച് നമ്മൾ മെയ് വരെ വില കൂട്ടാതെ എങ്ങനെ മാനേജ് ചെയ്തു. പക്ഷേ അതിനുശേഷം വരാൻ തുടങ്ങിയ കൺസ്ട്രിക്റ്റഡ് സപ്ലൈ വെച്ച് എത്രമാത്രം നമുക്ക് വില കൂട്ടേണ്ടി വന്നു. ആ കൂട്ടിയ 14 രൂപയിൽ 14 കുറച്ച് പൈസ കുറവുണ്ട്. ആ 10 രൂപ ആദ്യം കൂട്ടിയ സമയത്ത് തന്നെ അതെങ്ങനെ ജനങ്ങളുടെ പേഴ്സിൽ ഇമ്പാക്റ്റ് ചെയ്യാതെ ഓയിൽ കമ്പനീസ് ഓൾറെഡി ഡിസ്ട്രസ്സിലായതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് ആ 10 രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ടാക്സിലേക്ക് അത് അബ്സോർബ് ചെയ്തത്, ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. പിന്നെ കൂടിയ ഒരു 3 രൂപ 94 പൈസയുടെ വർധനവാണ് ഇപ്പോൾ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത്. അതും തിരിച്ച് റോൾ ബാക്ക് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ വില കുറച്ചു, എല്ലാം ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി, അങ്ങനെയല്ല. ഈ ഉൽപ്പാദിപ്പിച്ചിരുന്ന രാജ്യങ്ങളിലെ എല്ലാം ഒരു സ്മൂത്ത് ഓപ്പറേഷൻ, വീണ്ടും ക്രൂഡ് അവിടുന്ന് ഉൽപ്പാദിപ്പിച്ച് അവർ കയറ്റി അയക്കുന്നതിന് കാലതാമസമുണ്ട്. അത് ഇനി ഹോർമൂസിലുണ്ടാവാൻ പോകുന്ന എക്സസീവ് ട്രാഫിക്, അതിനകത്ത് ഇതെല്ലാം ഒരു മൂമെൻറ്റിലായി നോർമലൈസ് ചെയ്യണ്ടേ, അതിനുള്ള സമയമെടുക്കും. അത്ര അതാ ഞാനിപ്പോൾ പറഞ്ഞത്. അതെപ്പോഴാണ് കുറഞ്ഞത് എന്നുള്ളത് അന്വേഷിക്കണം. ഇനി ആ വിലയ്ക്കുള്ള ക്രൂഡ് എപ്പോഴാണ് എത്തിത്തുടങ്ങുന്നത് അറിയണ്ടേ. പിന്നെ ഇത്രയും കാലം, അതായത് ഏതാണ്ട് ഫെബ്രുവരിയിൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇമ്പാക്റ്റ് ചെയ്തത് ഓയിൽ കമ്പനീസിനെയാണ്. കേന്ദ്ര സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ അബ്സോർബ് ചെയ്തു, ആ ഒരു ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്തെങ്കിൽ അതിനകത്ത് 12,000 കോടിയാണ് കേന്ദ്ര സർക്കാരിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരുകൾ ആരും ഈ കൂട്ടിയ തുകയ്ക്കുള്ള എക്സൈസ് ഡ്യൂട്ടി കുറച്ച് അവരുടെ വരുമാനം ബാധിച്ചിട്ടില്ല അല്ലേ. കേന്ദ്ര സർക്കാരിനും റൺ ചെയ്യണ്ടേ, ഈ ഓയിൽ കമ്പനീസും നമുക്ക് നിലനിൽക്കണ്ടേ. അവരുടെ സസ്റ്റനൻസിന് വേണ്ടിയുള്ള ഒരു എന്താണ് ഒരു പിന്നെ ഒരു ലൈസൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു സേഫ് പീരിയഡ് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ.